നമ്മൾ വീണ്ടും ഒരു ഹരിതം നിറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. കാരണം ഇന്ന് നമ്മളടുത്തുള്ളത് ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. അതുകൊണ്ട് ഒരു കാട്ടിൽ തന്നെ അങ്ങ് റിവ്യൂ ചെയ്യാമെന്ന് വെച്ച്. സോ വെൽക്കം ബാക്ക് യൂട്യൂബ്. അപ്പോൾ നമ്മളെ അടുത്ത് നിന്നുള്ള വണ്ടി SVM പ്രാണ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. SVM പ്രാണയുടെ ഗ്രാൻഡാണ് ഈ വേർഷൻ വരുന്നത്. വണ്ടി മൊത്തത്തിൽ കാണാൻ ഒരു കവാസാക്കി ടച്ചുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വളരെ ലൈറ്റാണ് വണ്ടി. ഒരു സ്പോർട്സ് ഇലക്ട്രിക് ബൈക്ക്, എന്താ പറയുക, ഏതൊരു ഭാഗത്തുനിന്നും നോക്കിയാലും നല്ല ലുക്കാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് ബോറാവും എന്നൊക്കെ, പക്ഷേ ഭയങ്കര വൃത്തിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി കുഴപ്പമില്ല, വൃത്തിയോടൊന്നുമില്ല. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ സ്പെക്സിലേക്ക് കിടക്കാം. ഈ വണ്ടിയുടെ ബ്രാൻഡിൻ്റെ പേര് SVM എന്നാണ്, അതായത് ശ്രീവരു മോട്ടോഴ്സ്, ഒരു കോയമ്പത്തൂർ ബേസ്ഡ് ബ്രാൻഡാണ്. അപ്പം ഇതിൽ വരുന്ന ബാറ്ററി എന്ന് വെച്ചാൽ ലിഥിയം പെറോ ഫോസ്ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 4.32 kV ബാറ്ററിയാണ്. 4000 volt BLDC മോട്ടറാണ് ഇതിൽ വരുന്നത്. ഹബ് മോട്ടറാണ്, അതായത് ബെൽറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇവിടെ തന്നെയാണ് മോട്ടർ വരുന്നത്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 39 Nm ടോക്കാണ്, അതായത് ഒരു 300-400 cc വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അത് വെറും പേപ്പേഴ്സിൽ മാത്രമല്ല, നമ്മൾ ആ സ്പോർട്സ് മോഡ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് വൃത്തിക്ക് അറിയാണ്ട്. പിന്നെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പേടി പോലെ തോന്നും. കാരണം കാറ്റാണ്, മൊത്തം കാറ്റിലൊരു കളിയാണിത്. ടോപ്പ് സ്പീഡ് 123, അത് 123 km ടോപ്പ് സ്പീഡ് പറഞ്ഞത്. 4.25 മണിക്കൂറിൽ വണ്ടി ഫുൾ ചാർജ് ആകുമെന്നാണ് പറയുന്നത്. പിന്നെ റേഞ്ചും പറയുന്നത് 123 ആണ്. ആ ഫുൾ ചാർജിൽ 123 km നമുക്ക് റേഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ ഹൈ എൻഡ് വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ വണ്ടിക്ക് മോഡ്സ് വരുന്നുണ്ട്. P എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, പ്രാക്ടീസ് മോഡ്, ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്. പ്രാക്ടീസ് മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ, ഒരു എക്കോ മോഡ് എന്നൊക്കെ പറയാം. ഡ്രൈവ് എന്ന് പറയുമ്പം ഒരു സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയൊരു മോഡ്. സ്പോർട്സ് എന്ന് പറയുമ്പം മരണമാസ മോഡാണ്, പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ളൊരു മോഡാണത്. പിന്നെ ഒരു റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. റിവേഴ്സ് ഗിയറിന് എന്ത് സ്പീഡാണെന്ന് അറിയോ? പിന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ താത്തി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നോളും. അതായത് വണ്ടിക്ക് ഗിയർ വരുന്നില്ല, ഇവിടെ ബ്രേക്കും വരുന്നില്ല. അപ്പം ഒരു ഹാൻഡ് ബ്രേക്ക് മസ്റ്റാണ്. ഇതൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് റിലീസാവും. പിന്നെ വണ്ടിക്ക് ആകെ 2 മെയിൻ്റെനൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് ബ്രേക്കിൻ്റെ മെയിൻ്റെനൻസും പിന്നെ അടുത്തത് ടയർ മെയിൻ്റെനൻസും. പിന്നെ ബൈക്കിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 year വാറണ്ടിയാണ്. ബാറ്ററിക്ക് 5 years വാറണ്ടി തരുന്നുണ്ട്, മോട്ടറിന് 2 years വാറണ്ടിയും. പിന്നെ 4 കളേഴ്സിലാണ് വണ്ടി അവൈലബിൾ. ഒന്ന് ദേ ഈ കാണുന്ന റെഡ്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് വരുന്നത് 2.5 ലക്ഷമാണ്. പിന്നെ നമ്മൾ ചാർജിങ് പോർട്ട് വരുന്നത് ദേ ഈ ഭാഗത്താണ്. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. വളരെ ചെറിയൊരു ചാർജിങ് പോർട്ട്, ഒരു മെറ്റൽ ക്ലോസ് ചെയ്യണ ഒരു സംഭവമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ചാർജിങ് കേബിളൊക്കെ സീറ്റിൻ്റെ അടിയിൽ തന്നെ സൂക്ഷിക്കാമെന്നുള്ളതാ. ഇവിടെ നമുക്ക് കീട്ട് തുറക്കാം. അപ്പോൾ നമുക്കിനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കിടക്കാം. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഒരു ഫുൾ സ്വൈപ്പാണ് വരുന്നത്. ഇവിടെ ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നുണ്ട്, കിലോമീറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ്റെ ആവശ്യമില്ല, ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ട്രിപ്പ് മീറ്റർ 1, ഒരു ട്രിപ്പ് മീറ്റർ തന്നെ ഉള്ളൂ. പിന്നെന്താ SVM അവരെ ചെറിയൊരു ബ്രാൻഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ടൈം, RPM. മോട്ടർ ഓണെന്ന് അറിയാൻ പറ്റുന്നത് ഇതേ ഇവിടെയാണ്. ഓൺ എന്നുള്ളൊരു സൈനാണ് നമുക്ക് വണ്ടി ഓണാണോ ഓഫാണോ എന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ അതേ ഇഗ്നിഷൻ ഓണാക്കി എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ? ഒരു സൗണ്ടും ഇല്ല, ആകെ ഇവിടെ കിളി വരുന്ന സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ ഹാൻഡിൽ ബാസിലേക്ക് ഞാനൊന്ന് വോക്ക് അറൗണ്ട് ചെയ്യാം. കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് ഞാൻ അടിയിൽ ടെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഒരു പാസ് വരുന്നുണ്ട്, ഒരു ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആണല്ലോ. പിന്നെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ അടിപൊളി ഹോണാണ്. പിന്നെ മിറേഴ്സൊക്കെ നല്ല ആവശ്യത്തിന് വ്യൂ ഒക്കെ തരുന്നുണ്ട്, വൃത്തിയോടൊന്നുമല്ല. സീറ്റിൻ്റെ സോഫ്റ്റ്നെസ് വരാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റാണ്. റൈഡർ സീറ്റും പില്ലൻ സീറ്റും വളരെ സോഫ്റ്റാണ്, പക്ഷേ പില്ലൻ സീറ്റ് വളരെ ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, സിറ്റി റൈഡ്സിനൊക്കെ ഓക്കെയാണ്. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ വളരെ ഒരു മാസീവ് ടാങ്ക് ഫീലാണ് വരുന്നത്. എന്താ പറയുക, ഒരു പ്രോപ്പർ ബിഗ് ബൈക്സിൻ്റെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ഹാൻഡിൽ ബാർ അധികം മുന്നോട്ടൊന്നുമല്ല, ഡയറക്റ്റ് ഇവിടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സ്ട്രെസ്സും നമ്മളെ കയ്യിലേക്കോ സീറ്റിനോ ഒന്നും വരുന്നില്ല. പിന്നെ ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ ഡയറക്റ്റ് സ്ട്രെയിറ്റ് താഴെയാണ് വരുന്നത്, നമ്മളിരിക്കുന്ന നേരെ താഴെ. അതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ല. മുമ്പിലൂടെ ഒരു ചേര അഴിഞ്ഞ് പോയി ഞാൻ ഇപ്പോൾ കണ്ട്. ചേരയാണോ പാമ്പാണോ എന്ന് എനിക്കല്ല, നമുക്ക് നൈസായിട്ട് ഇവിടെ തെറിക്കാം. ബാക്കി നമുക്ക് റോഡ് പോയി സംസാരിക്കാം. ആക്ച്വലി ഞാനിപ്പോൾ ഓടിക്കുമ്പം ബ്രേക്ക് പിടിക്കാൻ വേണ്ടി കാലൊന്ന് താത്തിപ്പോയി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം. ഇതുപോലത്തെ ചെറിയ ഓഫ് റോഡ്സിലൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വണ്ടീൻ്റെ സൗണ്ടൊന്നും കേൾക്കാനൊന്നും ഉണ്ടാവില്ല, വെറും കാറ്റ് മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഇറക്കത്തിലാണ്. ഒന്ന് റിവേഴ്സ് മോഡ് ഇട്ട് നോക്കുകയാണ് എന്താണ് അവസ്ഥ. ഇറക്കത്തിൽ നിൽക്കുമ്പോൾ ബാക്കോട്ട് കയറുമോ എന്നുള്ള അവസ്ഥ. എൻ്റെ ദൈവമേ,
റിവേഴ്സ് ഗിയർ വേറെ ലെവൽ കിട്ടും. ഒരു 800 റിവേഴ്സ് ഗിയർ ആ സ്പീഡൊന്നുമില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ സ്പീഡുള്ള റിവേഴ്സ് ഗിയർ ആണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ റോഡിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മഴക്കാരൊക്കെയാണ്. നാട്ടുകാരൊക്കെ വളരെ അധികമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര ഐക്യായിട്ടുള്ളൊരു വണ്ടിയാണ്. ലൈക്ക് എന്താ പറയുക, കവാസാക്കിൻ്റെ ഒരു മോഡൽ ലുക്കാണ്. പിന്നെ സൗണ്ട് ഇല്ലാതെ പോകുമ്പം എന്തായാലും നോക്കും എന്താണ് ആ ഒരു കാറ്റ് പോലത്തെ സാധനം പോകണമെന്ന്. പ്രാക്ടീസ് മോഡിലിട്ട് വണ്ടി ഒന്ന് വലിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് മോഡിൽ ഫുൾ ത്രോട്ടിലാണ്. ഇനി ത്രോട്ടിൽ ബാക്കോട്ട് ആക്കിയാൽ ത്രോട്ടിൽ പൊട്ടിപ്പോവും. അപ്പം ആ ഒരു ലെവലാണ് ത്രോട്ടിൽ നിൽക്കുന്നത്. നമ്മളൊരു 40 km/h 42 43 ഒരു പക്ക സ്പോട്ടിൽ തന്നെ കിട്ടുന്ന ഒരു എന്താ പറയുക ടോർക്കല്ല വരുന്നത്. പക്ഷേ പയ്യെ ഗ്രാജുവലി വളരെ എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കാൻ കയറുന്ന ഒരാൾക്ക് പറ്റിയൊരു മോഡാണ് പ്രാക്ടീസ് മോഡ്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ചില്ലായിട്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഒരു ശബ്ദവും ഇല്ല വണ്ടിക്ക്. എന്ത് പീസ്ഫുള്ളാണ് പറയാം. മൈൻഡിന് വളരെ പീസ്ഫുള്ളാണ് കേട്ടോ അത് ഓടിക്കുമ്പോൾ. സീറ്റിംഗ് പോസ്റ്റർ ഭയങ്കര കംഫർട്ടാണ്. മിറേഴ്സും അടിപൊളി. മിറേഴ്സ് നല്ല വ്യൂ തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡീസൻറ്റ് പ്രോപ്പർ. ചെക്കൻ തന്നെ നോക്കി. ഇപ്പം മൂപ്പര് പോലും അറിഞ്ഞിട്ടില്ല ഞാൻ മൂപ്പര് അടുത്തോടെ പോയി. അയാളെ മുമ്പിലെത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു വണ്ടി സൈഡിലൂടെ പോയിട്ടുണ്ടെന്ന്. അതായത് വണ്ടി ഹോൺ അടിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് അറിയൂ ഞാൻ ഈ ഒരു വണ്ടി ഇവിടെ വരുന്നുണ്ട്. ഒരു സ്മോൾ മേമറിങ് സൗണ്ട് ഉണ്ട് വണ്ടി. ലൈക്ക് നടന്നു പോകുന്ന ഒരാൾക്കൊക്കെ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഒരു വണ്ടീൻ്റെ അകത്തിരുന്ന് പോകുന്ന ഒരാൾക്ക്, കാരണം അവരുടെ വണ്ടീൻ്റെ സൗണ്ട് അവർക്ക് കേൾക്കുമല്ലോ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ സൗണ്ടായിട്ട് അവർക്ക് കേൾക്കാനൊരു പണിയായിരിക്കും. പ്രാക്ടീസ് മോഡ് കണ്ട പോലെ വളരെ കാം ആൻഡ് ക്വയറ്റാണ് വണ്ടി. ഇനി നമുക്ക് അടുത്ത ഡ്രൈവ് മോഡിലേക്ക് ഇടാം. അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിൽ എടുത്താൽ വണ്ടി ലൈക്ക് ആക്സിൽ പ്രോപ്പർലി കട്ട് ഓഫ് ആവും. മോട്ടറിൽ നിന്ന് ത്രോട്ടിൽ പ്രോപ്പർലി മോട്ടറിൽ നിന്ന് കട്ട് ഓഫ് ആവും. അതായത് നോർമൽ വണ്ടിക്കാണ് ബ്രേക്ക് പിടിച്ചാലും ഒരു പൊടിക്ക് ഇങ്ങനെ പോകില്ലേ, അത് ഇതിനില്ല. നമ്മൾ വണ്ടി ഡ്രൈവിലോട്ട് ഡ്രൈവ് മോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. എൻ്റെ പൊന്നോ, ഡ്രൈവ് മോഡിൽ ഞാൻ 76 തൊട്ട്, അതായത് അതിൻ്റെ ടോപ്പ് മോഡല്ല, പക്ഷേ അതിൻ്റെ നടുക്കിലുള്ള ഒരു മോഡാണ് ഡ്രൈവ് മോഡ്. അതിൽ ഞാൻ 76. ഇപ്പോൾ ആംബുലൻസ് കാണുമ്പോൾ ഒരു പേടിയാണ്. അപ്പോഴൊക്കെ മെല്ലെ പോകാൻ തോന്നുക. അപ്പം ഡ്രൈവ് മോഡ് എന്ന് പറയുമ്പം $76, $77 അതാണ് ഡ്രൈവ് മോഡ്. എൻ്റെ പൊന്നെ കോർണറൊക്കെ പൊളിയാണല്ലോ. ഞാൻ എൻ്റെ വണ്ടി കൊടുത്ത് ഇതെടുത്താലോ ആലോചിക്കാം. പക്ഷേ ലോങ് ഡ്രൈവ് പോകുമ്പം സീൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നോർമൽ എന്താ പറയുക, നമ്മൾ നോർമൽ വോൾ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഒന്നാമതേ വണ്ടീൻ്റെ അകത്ത് ചില്ലിട്ട് അടച്ചിരിക്കുന്നുണ്ട് വണ്ടിക്ക് സൗണ്ടും ഇല്ല. അതായത് ഞാൻ എടുത്തുള്ളത് തന്നെ അവർക്ക് കാണില്ല. ഓ, ഇത് ഓടിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. എൻ്റെ പൊന്നോ, പോളി വണ്ടി. വണ്ടിക്ക് 123 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് ഒരു ഫുൾ ചാർജിൽ. അപ്പോൾ ഒരു 110 പ്രതീക്ഷിക്കാം, 110, 100 പ്രതീക്ഷിക്കാം. എന്നാലും എന്താ, അത് വളരെ കൂടുതലാണ്. അതായത് വണ്ടിയുടെ കറണ്ട് ചിലവ് എന്ന് പറഞ്ഞാൽ വെറും 20 രൂപ വരുള്ളൂ. കാരണം അത്രയും ലെസ് പവറേ ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ ഒരു ഫുൾ ചാർജർ. നമ്മൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ചാൽ 1 ലിറ്റർ പോലും വണ്ടിയിലുണ്ടാവില്ല. അതും വണ്ടി ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ പോയാലേ. ഇത് വെറും 20 രൂപയ്ക്ക് നമുക്ക് ഒരു 120 കിലോമീറ്ററൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഫാൻ്റെ പൊന്നോ പറയണ്ട. സ്വർഗമാണിത്. ബ്രേക്കിംഗ് ഒക്കെ വളരെ ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡിലിട്ടൊന്ന് വലിച്ചെടുത്ത് നോക്കാം. ഇപ്പോൾ വണ്ടിയൊന്നുമില്ല, വണ്ടിയൊക്കെ ഒന്ന് പൊക്കോട്ടെ. ടോപ്പ് മോഡ്, അതായത് സ്പോർട്ട് മോഡ്, ലാസ്റ്റ് മോഡാണ്. എൻ്റെ പൊന്നോ, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവുന്ന പൊക്കോട്ടെ. നേരത്തെ നല്ലൊരു കാലി റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊണ്ണൂറൊക്കെ അനായാസമായ സ്പീഡ്. എൻ്റെ പൊന്നോ, എൻ്റെ സൗണ്ട് കുറച്ച് കൂടിയെന്ന് എനിക്കറിയാം. കാരണം ഡ്യൂഡ്
ഫ്രണ്ടിൽ ആക്ച്വലി 2 ഡിസ്ക് വരുന്നുണ്ട്. സീറ്റ് കംഫർട്ട് അടിപൊളിയാണ്. ഇത്രയും നേരം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. വണ്ടിയുടെ ചാർജ് ഇപ്പോഴും 100%ലാണ് നിൽക്കുന്നത്. വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും പോയി വണ്ടി എടുക്കുക. കാരണം എയ്ത്തറും ഇതും കമ്പയർ ചെയ്യണം അത്ര ശരിയല്ല. കാരണം എയ്ത്തർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടറാണ്, ഇതെന്ന് പറയുമ്പോൾ ഒരു ബൈക്കാണ്. ഓ സൗണ്ട് ഓ ഇതൊരു സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ അതാ ഒരു രക്ഷ ഉണ്ടാവില്ല വണ്ടി. കോർണർ ചെയ്യാനും അടിപൊളിയാണ്. ടയർ വളരെ ഗ്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക്. ആ 90 സ്പീഡിലൊക്കെ പോയ സമയത്ത് നമ്മൾ ഹാൻഡിൽ ഇങ്ങനെ മാളിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ സ്റ്റഡി ആയിട്ടാണ് വണ്ടി ഉള്ളത്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വണ്ടി തന്നത് നമ്മളെ കാലിക്കറ്റുള്ള പുതിയങ്ങാടിയിലുള്ള ഒരു ഷോറൂമിൽ നിന്നാണ്. അപ്പം അവരെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ പോയി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വണ്ടി ഇഷ്ടപ്പെടും. കാരണം എൻ്റെ പൊന്നോ, ഐ മീൻ ലവ് വിത്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് മാൻ. അടക്കെ അച്ഛരാ അതാണ്, അതായത് നോ കോംപ്രമൈസ് ഓൺ പവർ. കൊടുക്കുക പോവുക, കൊടുക്കുക പോവുക, കൊടുക്കുക പോവുക. ഓ ദ ഫൺ അറ്റ് ലെവൽ 1000 എന്നൊക്കെ പറയാം. പിന്നെ നല്ല ബ്രേക്കും കണ്ടോ, അതായത് സേഫ്റ്റി വളരെ അടിപൊളിയായിട്ടുണ്ട് വണ്ടിക്ക്. പവറിനനുസരിച്ചുള്ള ബ്രേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വണ്ടിയുടെ വെയിറ്റും വണ്ടിയുടെ പവറൊക്കെ താങ്ങാൻ പറ്റിയൊരു ബ്രേക്ക് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് പിടിച്ച് ത്രോട്ടിൽ കൊടുക്കുകയാണ് വണ്ടി പോകില്ല. കാരണം പ്രോപ്പർലി മോട്ടർ അവിടെ കട്ട് ഓഫ് ആവും. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് പവർ മാൻ. ആ ജംഗ്ഷനിൽ നോക്കാത്ത ഉള്ള ആളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്ന ആൾ മാത്രമേ നോക്കാത്തുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ നോക്കിയിട്ടുണ്ട്. അമ്മാരി ഐക്കാച്ചിയാണ് വണ്ടി. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ നേരത്തെ ഹമ്പൊക്കെ ചാടിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് തിരിച്ച് കൊടുക്കാൻ തോന്നുന്നില്ല അവർക്ക്. SVM എനിക്ക് വണ്ടി തരുമോ? എൻ്റെ പോലെ എനിക്ക് അത്രയും ഇഷ്ടമായി വണ്ടി. ഒന്നാമത്തെ കാര്യം വണ്ടിക്ക് കംഫർട്ട് ഉള്ളതുകൊണ്ടാട്ടോ. ഞാൻ ആക്ച്വലി കംഫർട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് സ്പീഡിനെക്കാട്ടും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സ്പേർട്സ് എടുത്തതും. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടി യൂസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ എക്സ്പീരിയൻസ് പറയുക. വണ്ടിയിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ എനിവേ ഐ ആം ഗോണ എൻഡ് ദ വീഡിയോ ഓവർ ഹിയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വേണമെങ്കിൽ ഷെയർ ചെയ്യുക, വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.